നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഊണ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. അത് നല്ല വാഴ ഇലയിൽ ചൂട് ചോറൊക്കെ കഴിക്കണം, നല്ല രസമല്ലേ. 60 രൂപയുള്ളൂ ഇവിടുത്തെ ഊണിന്, അത്യാവശ്യം കറികളൊക്കെ ചേർത്തിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ബീഫ്. സാധാരണ അങ്ങനെ പോലെയല്ല, ഒരു 24 വർഷത്തോളമായിട്ടുള്ള ഒരു കടയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഇവിടുത്തെ ബീഫിന് വേണ്ടി വരുന്ന ആളുകളുണ്ട്, അങ്ങനെ അന്വേഷിച്ച് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതെന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് എനിക്കും അറിയില്ല, അതിനകത്ത് കയറിയിട്ട് വേണം നോക്കാൻ. അപ്പോൾ ഈ സ്ഥലത്തിന് പറയുന്നത് തിരുവനന്തപുരത്താണ് അമരവിള ചെക്ക് പോസ്റ്റ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇവിടെ നിന്ന് കുറച്ചും കൂടി, അതായത് ഒരു 6-7 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറായി. അപ്പോൾ കേരളത്തിൻ്റെ ഒരു എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സ്ഥലം, റോഡ് NH ആണ്, കന്യാകുമാരിയൊക്കെ പോകുന്ന NHൻ്റെ സൈഡിലാണ്. കടയുടെ പേരും കുറച്ച് വ്യത്യാസമാണ്, 11-7. അപ്പോൾ സേതു എന്നാണ് ഇവിടുത്തെ ചേട്ടൻ്റെ പേര്, സേതുവേട്ടൻ്റെ കടയാണ്. പിന്നെ വിശേഷങ്ങൾ അകത്തുനിന്ന്. നമ്മൾ ബീഫ് ഇത് ഓർഡർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുള്ളൂ, നേരത്തെ ചെയ്തൊന്നും വെക്കൂല. കണ്ട വേവിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ചേട്ടൻ പിന്നെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ചെറുനാരങ്ങയും കൂടെ. ചേട്ടാ എത്ര വർഷമായിട്ടുണ്ട് ഈ കട? ഇത് 24 വർഷം. 24 വർഷം. ചേട്ടൻ തന്നെയായിരുന്നോ ആദ്യം പോലെ ഞങ്ങൾ തന്നെ. ഇവിടെ കുറേ സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ട് അല്ലേ? ഇവിടെ ഞങ്ങൾക്ക് ബീഫാണ്. ബീഫ്, ചിക്കൻ, നാടൻ കോഴിപ്പരട്ട്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ തോരനുണ്ടാവും, ചിക്കൻ തോരൻ. രാവിലെ മുതൽ ഇതൊക്കെ ഉണ്ടാവും? രാവിലെ മുതലുണ്ട്. ഉച്ചയ്ക്ക് ഊണുണ്ട്. 12 1 മണിയാകുമ്പോൾ 11 മുക്കാലൊക്കെ ആകുമ്പോൾ ബിരിയാണി ഉണ്ട്. ചിക്കൻ ബിരിയാണി. എത്ര സമയം വരെ ഇവിടെ ഭക്ഷണം കിട്ടും? രാത്രി ഭക്ഷണം 11 മണി വരെ. ഈ കടയുടെ പേരാണ് എനിക്ക് പിന്നെ 11-7. അതെന്താ അങ്ങനെ ഒരു പേരിട്ടെ? അതൊരു സംഖ്യ വരുന്നതാണ്. ആ പേരാണ് ആദ്യം നോക്കിയത്. എന്താണ് പ്രത്യേകതയുള്ള നമ്പർ? നമ്പറാണ്. എങ്ങനെ കൂട്ടിയാൽ 9 വരും. നവഗ്രഹങ്ങളിൽ പെട്ടിരുന്ന ഒരു സംഖ്യയാണ്. അങ്ങനെ ഇട്ടതാണ്. പിന്നെ അപ്പൊ നമുക്ക് ഊണിനൊക്കെ ചെറിയ പൈസക്കാ കൊടുക്കുന്നത്? ഊണ് 60 രൂപ. അത്യാവശ്യം 2-3 കൂട്ടം കറികളൊക്കെ. 3 ഐറ്റം കറി ഒഴിച്ച് 4 കൂട്ടം ഒഴിക്കാൻ എല്ലാം കൊണ്ട് 60 രൂപ. ഞായറാഴ്ച ദിവസം ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ. ജോലിക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ അടയ്ക്കും. അമരവിള, താന്നിമൂട് ജംഗ്ഷൻ. നാരങ്ങയാണ് സ്പെഷ്യലാണ് അല്ലേ? സ്പെഷ്യൽ. അതെ. ഓ, പൈനാപ്പിൾ ഉണ്ട്. കൊടുക്കണത് 25 രൂപയ്ക്ക് 2 ഗ്ലാസ് നാരങ്ങ ഉള്ളതുണ്ട് കേട്ടോ. 25 രൂപയ്ക്ക് 1 ഗ്ലാസ് അല്ല, 2 ഗ്ലാസ്. നമുക്ക് എത്ര പൊക്കമുണ്ട് നോക്ക്. സ്ട്രോ വേണ്ടാന്ന് വെച്ചാൽ നമ്മളെ വെങ്ങാരൻ ഡോക്ടറില്ലേ, ഡോക്ടർ പറഞ്ഞു സ്ട്രോ വെച്ച് വെള്ളം കുടിക്കരുത്, കാരണം നമ്മുടെ വായിലെ ഉമിനീരുമായിട്ട് കലർന്നിട്ട് വേണം ഒക്കെ പോകാൻ. അതിനുശേഷം ഞാൻ സ്ട്രോ ഉപയോഗിക്കാറില്ല കേട്ടോ. അതിനകത്ത് അതിൻ്റെ ശാസ്ത്രീയതനെ പറ്റിയൊന്നും എനിക്കറിയില്ല, പക്ഷെ ചിലപ്പോൾ സത്യമായിരിക്കും. നോക്ക്, എനിക്കിത് ഗ്ലാസ് കണ്ടിട്ട് എന്തൊരു സുഖം. എനിക്കത് ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റാത്തോട്ടാണ് 2 കൈ കൊണ്ട് പിടിച്ചിരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്, ഏകദേശം ഒരു 1/2 ലിറ്ററിന് മേലെ ഉണ്ട്. അത് കൂടുതലില്ല ഏട്ടാ, ഇത് 1/2 ലിറ്റർ കൂടുതലില്ലേ? 640 മില്ലി. 640. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നല്ല വെയിറ്റും ഉണ്ട്, ഗ്ലാസിൻ്റെ വെയിറ്റും കൂടെ. ഇതിനകത്ത് ഇഞ്ചി, പൈനാപ്പിൾ, നാരങ്ങ ഇതെല്ലാം കൂടി ചേരുമ്പോഴുള്ള ഒരു പ്രത്യേക ഒരു സ്വാദ്. അപ്പോൾ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതൊരെണ്ണം കുടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പകുതിയെ കുടിക്കാൻ പറ്റുള്ളൂ, വയറിനറിയും. എന്നാലും കുടിക്കുവാണെങ്കിൽ ദഹനമൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. ഇതാണ് ഇപ്പോൾ നമ്മളവിടെ വെച്ചുണ്ടാക്കിയ ബീഫ്. അപ്പോൾ അതെ, സേതേട്ടൻ്റെ കടയിൽ ഊണ് മേടിച്ചു, ബീഫ് മേടിച്ചു. ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത് മീൻ വറുത്തതുണ്ട്. പിന്നെ ബീഫ് ഇവിടെ ഇന്നും സ്പെഷ്യലാണ്. പിന്നെ നമുക്ക് വൻപയറാണ് ഇത്, ക്യാരറ്റ്, നല്ല സൂപ്പർ നെല്ലിക്ക അച്ചാർ, മീൻചാറ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, പപ്പടമുണ്ട്. ഇത്രയാണ്. ഈ ചേട്ടനെ കണ്ടോ? ഈ ചേട്ടൻ ഞാൻ വിചാരിച്ച് നമ്മളിന്ന് വീഡിയോ എടുക്കണോണ്ട് വെള്ളയൊക്കെ ഇട്ട് വന്നതാണ്. അങ്ങനെയല്ല, മൂപ്പരെപ്പോഴും വെള്ളയാണ് ഇടുള്ളൂ. പക്ഷേ ഈ ഇവിടുത്തെ പാചകങ്ങളൊക്കെ ചെയ്താലും അത് നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ, നമ്മളടുക്കളയിൽ പെരുമാറും, നമുക്കറിയാലോ, എന്തെങ്കിലുമൊക്കെ ആവും. പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കേണ്ട ആ ഒരു സൂക്ഷ്മതയാണ് ഞാൻ പറഞ്ഞത്. ഒരാളുകൾക്കുള്ള ഒരു വൃത്തിയും സൂക്ഷ്മതയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ ഡ്രസ്സും ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാവില്ലേ. ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, ആദ്യം മീൻ കറി കൂട്ടിയിട്ടാണ് കഴിച്ചത്. പക്ഷേ അത് തന്നെ
സൂപ്പർ സ്വാദുണ്ട് കേട്ടോ, നല്ല രസമുള്ള മീൻകറി. ഇനി എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഇത്. ഈ വൻപയർ എങ്ങനെ വെച്ചാലും, ഇനി പെരിശ്ശേരി ആക്കിയാലും തോരൻ വെച്ചാലും. അപ്പോൾ ഇനിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനം. ഇതിപ്പോൾ നമുക്ക് ചില കടകളൊക്കെ ആരെങ്കിലും പറഞ്ഞു തരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് എപ്പോഴെങ്കിലും കഴിച്ചു നോക്കുമ്പോൾ ഇഷ്ടപ്പെടും. ഈ കട എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ള ക്യാമറ ഒക്കെ ചെയ്യുന്നത് ഇവരുടെയൊക്കെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കുറേ നാളുകളായി പറയുന്നതാണ് ഇവിടെ നല്ല രസമുള്ള പിന്നെ ബീഫ് കിട്ടും, നല്ല ഭക്ഷണം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളിപ്പോഴും ഇങ്ങനെ വൈകി പോയി വരാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവരെല്ലാവരും ഇങ്ങനെ കൊതിപ്പിച്ച് വെച്ചിരുന്ന ഒരു സംഗതി, ഈ ഒരു ബീഫ്. അപ്പോൾ അത് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ചേട്ടാ അടിപൊളിയാ, വെറുതെ അല്ല ഇവരെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന. ഇവരുടെയൊക്കെ സേതു ആണ് ഇവരങ്ങനെയാണ് വിളിക്കുക, ഒന്നും പറയാനില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകത, എനിക്കൊരു സന്തോഷം ഒക്കെ തോന്നിയൊരു കാര്യം, വാഴ ഇലയിലാണ് എല്ലതും. നമ്മൾ ഊണ് കഴിക്കണം, ബിരിയാണി കഴിക്കണം, ഇനിയിപ്പോൾ ഇത് പാഴ്സൽ, ബിരിയാണി വരെ പാഴ്സൽ കൊടുക്കുകയാണെങ്കിൽ പോലും അതൊക്കെ ഈ ഇലയിൽ തന്നെയാണ് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ പലയിടത്ത് ചെല്ലുമ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വെള്ളം അല്ലെങ്കിൽ ഇല കിട്ടാനുള്ള സിറ്റിക്കകത്തൊക്കെ ആകുമ്പോഴേ വെള്ളത്തിൻ്റെ ക്ഷാമം, ഇല കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പലയിടത്തും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് കവറുകൾ ഇടുക. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാഴയില കിട്ടാൻ പാടാം, പക്ഷേ വട്ടയിലയൊക്കെ ഉപ്പിലാന്ന് പറയില്ലേ, അതൊക്കെ എല്ലായിടത്തും കിട്ടുമല്ലോ, കുറച്ച് ഇലയൊക്കെ സംഘടിപ്പിച്ചുകൂടെ എന്നൊക്കെ ഞാനിങ്ങനെ പറയും. പക്ഷേ മേ ബി ഇതൊന്നും ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ലായിരിക്കും, എനിക്കറിയില്ല. നമുക്ക് സ്വന്തമായി കട നടത്തിയാലല്ലേ അതിൻ്റെ ബാധ്യതകളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ വേറൊരു കാര്യം കണ്ട, അവിടെ നമ്മളിങ്ങനെ ഇരിക്കണതിൻ്റെ സൈഡിൽ പായയാണ്. അത് ശരിക്കും ചൂട് കൂടിയ സമയത്തല്ലേ ഏട്ടാ, ചൂട് അല്ലാതൊരു കൂടിയ സമയം ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് ചേട്ടൻ്റെ തന്നെ കണ്ടുകൊടുത്താന്ന് തോന്നുന്നു, ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇവിടെ എല്ലാം ഈ ഇതും കൂടി മൂന്ന് മേശയുള്ളൂ കേട്ടോ ഇരിക്കാൻ, വലിയ സംവിധാനം ഒന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ചെറിയ സ്ഥലത്താണെങ്കിലും നിങ്ങളെ കൺമുന്നിൽ വെച്ചിട്ടാണ് അവിടെ ബീഫൊക്കെ പ്രിപ്പയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് അത്രയും സുതാര്യമാണ് ഇവിടെ കാര്യങ്ങൾ, വിളമ്പണതും വെക്കണതും എല്ലാം ഒളിച്ചു വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ നല്ല രുചിയും കിട്ടും. മീൻ വറുത്തതുണ്ട്, മീനിനൊക്കെ ഇപ്പോൾ എന്താ വില അല്ലേ. ഞാൻ കൊള്ളാട്ടോ എല്ലാ കറികളും, ഇത് അച്ചാറൊന്നും ഒരു രക്ഷയില്ല. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അറിയാനൊന്നുമില്ല. ഇതിൽ കൂടി പോകുമ്പോൾ അമരവിള നെയ്യാറ്റിൻകര കഴിഞ്ഞ് അമരവിള, അവിടെ താന്നിമൂട് എന്നാണ് ഈ സ്ഥലത്തിന് കറക്റ്റ് പറയുക. 11-7 കടയുടെ പേര്, അതിങ്ങനെ നമ്പറായിട്ടല്ല കേട്ടോ എഴുതിയിരിക്കുന്നത്, 11-7 ഇങ്ങനെ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിനേച്ചി സേതുവേട്ടനും കൂടിയാണ് കട നടത്തിക്കൊണ്ട് പോകുന്നത്. രണ്ടാളും ഇവിടെ ഉണ്ടാവും. ഒരു രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ കടയുടെ സമയമാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ ഉണ്ട്, ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തും കൊടുക്കുന്നുണ്ട്, കാരണം ഡിസ്ക്രിപ്ഷൻ പലരും അത് വായിക്കില്ല. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചു ഞാൻ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് കമൻറ്റിൽ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും ഞാൻ പിൻ ചെയ്തിടും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ ആദ്യം അത് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഊണ് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയണം. അപ്പോൾ കുറേ പേര് നമ്മുടെ വീഡിയോ ഇട്ട സ്ഥലത്ത് പോയി കഴിച്ചിട്ട് കമൻറ്റിൽ വന്നത് പറയും, കഴിച്ചു കൂട്ടോ നന്നായിരുന്നു, അല്ലെങ്കിൽ ചിലർ പേഴ്സണലി ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കും. അത് ഭയങ്കര സന്തോഷമാണ്, കാരണം നമ്മൾ പറഞ്ഞത് മോശമായാൽ നിങ്ങൾ അതും പറയണം. ചിലയിടത്ത് പോയിട്ട് അവിടെ അങ്ങനെ പറഞ്ഞതും ഉണ്ട്, 1-2 സ്ഥലത്ത് ഭയങ്കര തിരക്ക്, അവിടെ എത്തിയപ്പോൾ പിന്നെ ഇരിക്കാൻ സ്ഥലമില്ല, അപ്പോൾ ഒരു കടയിലൊരു പരിധിക്കുള്ളിൽ തിരക്ക് വരുമ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി, അങ്ങനെ എന്നെ ചീത്ത വിളിച്ച സംഭവങ്ങളും ഉണ്ട്. അതും നിങ്ങൾ പറയണം, കാരണം നല്ലത് മാത്രം പറയാന്നുള്ളതല്ല, നെഗറ്റീവുകളും വരണമല്ലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുക. ഇനി വേണം കഴിക്കാൻ, ഇത് മൊത്തം കഴിച്ച് തീർക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് പറയും. ഇന്നലെ ദീപ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഹൃത്ത് കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കും ദീപ, പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന 1-2 ആളുകളുണ്ട്, അവർക്കും കഴിക്കണമല്ലോ. ഞാനിത് മൊത്തം ഞാൻ ഭയങ്കര സ്ലോയിൽ കഴിക്കുന്ന ഒരാളാണ്, എനിക്കിങ്ങനെ പ്രാണം പിടിച്ചിട്ട് കഴിക്കാൻ പറ്റൂല. ഞാനിതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കുന്നത് ഈ ക്യാമറ ഓഫായതിന് ശേഷമാണ്. അപ്പോൾ അവരും ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചിട്ടേ പോവുള്ളൂ. അതുകൊണ്ടാണ് നമുക്കൊരു വീഡിയോയ്ക്ക് വേണ്ടുന്നതൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മളങ്ങ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് മുഴുവൻ തീർത്ത് കാണിക്കാൻ നിൽക്കുമ്പോൾ അത്രയും സമയം കൂടി വൈകുമല്ലോ എന്ന് ഓർത്താണ്. ഉച്ച സമയമാണ്, എല്ലാവരും ഊണ് കഴിക്കുന്ന സമയമാണ്. സമയം 1 മണിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുക. പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.